ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗ്ലകളെ പൊക്കുന്ന തിരക്കില് ഇപ്പൊ കൂട്ടത്തോടുകൂടി ചില ആസാമികൾ, ബീഹാറികൾ, ഒറീസക്കാർ, ബംഗാളികൾ എന്നൊക്കെയുള്ള വ്യാജേന നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി. വലിയ ഒരു വിഭാഗം ആളുകളെ കാണാനില്ല. സാധാരണ ഈ കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും പല ബസ് സ്റ്റോപ്പുകളിലും നമുക്കറിയാം അതിരാവിലെ ഈ പണിയാനുള്ള വസ്ത്രങ്ങളുമായിട്ട് ഇറങ്ങി നിൽക്കുന്ന ആളുകൾ, അവരെയൊക്കെ പോയിട്ട് തന്നെയാണ് ആൾക്കാർ ആളെ എടുത്തുകൊണ്ട് വരുന്നത് പണിക്ക്. എന്ത് പണിയും ചെയ്യാൻ തയ്യാറായി. ദിവസം അവർക്ക് 1000 രൂപ കിട്ടണം, അത്രേ ഉള്ളൂ. എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് എല്ലാ കൂലിപ്പണികളും വളരെ നന്നായിട്ട് അറിയാം. എന്ത് പണിയും ചെയ്യാൻ തയ്യാറായതുകൊണ്ട് തന്നെ അവർക്കെന്നും പണിയുമുണ്ട്. അവർക്ക് പണി ചെയ്യാൻ മടിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളും കിട്ടുന്നുണ്ട്. എരൂരില്, എറണാകുളത്ത് ഒരു സ്ത്രീ അടക്കം 3 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടി. ഇപ്പൊ കേരളത്തിലാണ് പിടിമുറുക്കിയിരിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും UP-യിലും ഒക്കെ ഇവരുടെ എണ്ണം എടുക്കാൻ തുടങ്ങി. അതോടുകൂടി ഇവർക്ക് പണി. അപ്പൊ അവിടെ നിന്ന് കേരളത്തിൽ നമുക്ക് സുഖമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേരളത്തിലേക്ക് കുടിയേറിയിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ അതിനേക്കാൾ വലിയ പണിയാണ് ഇപ്പൊ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് പണി, ഇവർക്ക് പണി ശരിയാക്കി കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് 8ന്റെ പണി, ഇവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് 16ന്റെ പണി. ചില ആളുകൾക്കാണെങ്കിൽ ഈ ബംഗാളികളെ മാത്രമേ പണിക്ക് പറ്റൂ. അവരുടെ നമ്പരൊക്കെ എടുത്തു വെച്ചിരുന്ന അതിരാവിലെ അവർക്ക് പണി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു തുടങ്ങും. അവർക്ക് പണിയില്ലാതെ വരുമ്പോഴോ അവർ തിരിച്ചും വിളിക്കുമല്ല, അതിൻ്റെ വീട്ടിൽ പണിയുണ്ടോ, ഇങ്ങോട്ട് വരാന്. എന്നാൽ അവരൊക്കെ ഓവർ ടൈം വേണമെങ്കിലും അവർ പണിയെടുക്കും. 2 മണിയാകുമ്പോഴേക്കും അവർ പോകും. പക്ഷെ ആ 2 മണി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇവിടെ പണിയുണ്ടെങ്കിലും അവരെ എത്തിപ്പിടിക്കും. ക്രമേണ അവരവരുടെ കുടുംബങ്ങളെയും കൂടെ കൊണ്ടുവന്ന് തുടങ്ങി. ഞങ്ങളുടെ വീട്ടില് ഒരു ആസാമി ജോലിക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മോനെയും കൂടി കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ അനുജനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ജ്യേഷ്ഠനെ കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ പറയാണ്, ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെയുണ്ട്, എന്ത് സുഖമാണ് ഇവിടെ ജീവിക്കാൻ. എല്ലാ ദിവസവും പണിയുണ്ട്, ദിവസം 1000 രൂപ കൂലിയുണ്ട്. ഒരു മാസം ഒരു കുടുംബത്തിൽ എല്ലാവർക്കും പണിയുണ്ടെങ്കിൽ അവർക്കെല്ലാം പണിയുമുണ്ട്, ഇഷ്ടം പോലെ പൈസ. അതുകൊണ്ടാണ് ഇവരൊരു മിനി ഗൾഫായിട്ട് ഇതിനെ കാണുന്നത് കേരളത്തെ. ഇപ്പൊ ഇവരുടെ ജോലി എന്തായിരുന്നെന്ന് അറിയാമോ? ഇപ്പൊ എറണാകുളം എരൂരില് ഒരു സ്ത്രീ അടക്കം 3 ബംഗ്ലകളെ പിടിച്ചല്ലോ. പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർ എന്ന വ്യാജേന ഒരു വീടെടുത്ത് താമസിച്ചിരുന്ന ആളുകളെ വാടക വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അതായത് ആക്രികളാണ്. ഇനി നമ്മുടെ വീട്ടിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്, ശരി, എന്നാൽ അത് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്, നമ്മൾ കൊണ്ടുപോയിക്കോളാം. തുണികളുണ്ട്, ശരി, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അങ്ങനെയൊക്കെയുള്ള ആളുകളെയല്ലേ ആൾക്കാർക്ക് വേണ്ടത്. വീട് വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരുമിച്ച് താമസിച്ചിരുന്നു ഒരു വാടക വീട്ടിൽ. ഇവരിൽ നിന്ന് ബംഗ്ലാദേശി രേഖകൾ പോലീസിന് കിട്ടി. മതിയായ രേഖകൾ ഇല്ലാതെയാണ് ഇവർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് എന്ന് പോലീസിന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് ബംഗ്ലാദേശികളെ പിടികൂടി. അതേ രീതിയിൽ തന്നെ അങ്കമാലിയിൽ നിന്നും പിടികൂടി. ദിൽവാർ ഹുസൈൻ എന്ന വ്യക്തി അറസ്റ്റിലായതോടുകൂടി ഈ ആഴ്ച എറണാകുളത്തു മാത്രം പിടിയിലായ ആളുകൾ 6ൽ കവിഞ്ഞു. ഇതിനിടയിൽ പെരുമ്പാവൂരിലെ പിടിയിലായ തസ്ലീമയുടെ കൂടെ താമസിച്ചിരുന്ന ആളെ കാണാനില്ല. അയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ പോലീസ്. ബംഗാളികളാണ് എന്ന വ്യാജേനയാണ് ഈ ബംഗ്ലാദേശി ആളുകള് ഈ വ്യാജ ആധാർ കാർഡുകളിലും ID കാർഡിലും ഒക്കെ ഇവിടെ താമസിച്ചിരുന്നത്. ബംഗ്ലാദേശി കലാപകാരികള് സംസ്ഥാനത്ത് നുഴഞ്ഞു കയറി എന്ന സൂചന ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നു, കേരളത്തിന് കൈമാറുന്നു. അങ്ങനെ പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കൂടി ശക്തമായ രൂപത്തിൽ പരിശോധന ശക്തമാക്കുന്നു. അതോടുകൂടിയാണ് പെരുമ്പാവൂർ, ആലുവ മേഖലകളില് സുരക്ഷിതമായി താവളമൊരുക്കി ബംഗ്ലാദേശികളിൽ പല ആളുകളും നേരം വെളുത്തപ്പോൾ കാണാനില്ല. അതിരാവിലെ ബസ് സ്റ്റോപ്പിൽ വന്ന് പണിയായുധങ്ങളുമായി നിൽക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ കാണാനില്ല. ഇവര് ബംഗ്ലാദേശികളാണല്ലോ, ഇവരുടെ കയ്യിലുള്ളതെല്ലാം വ്യാജരേഖകളാണല്ലോ. ഇവരെങ്ങോട്ട് പോയി?
100ഓളം ബംഗ്ലാദേശികൾ തിങ്ങിപ്പാർത്ത ഒരു 2-3 വീടുകൾ എറണാകുളം റൂറലിലായിരുന്നു അവര് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവരൊക്കെ ബംഗ്ലാദേശിൽ വിവിധ തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യം പോലും എടുക്കാതെ കേസിന് ഹാജരാകാതെ പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയവരാണ് എന്ന് NIA കണ്ടെത്തുന്നു. ബംഗാൾ സ്വദേശികൾ എന്ന പേരിൽ കഴിഞ്ഞ പല ആളുകളെയും കാണാനില്ല. തൊഴിലാളികൾ തന്നെ മൊഴി നൽകുന്നു, ഞങ്ങളുടെ കൂടെ ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. ഇതിനിടയിലാണ് ബംഗ്ലാദേശി കലാപകാരികൾ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും അവർ ഇവിടെ താമസം ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നതിനെ തുടർന്ന് IBയും കേന്ദ്ര ഏജൻസികളും എറണാകുളം റൂറൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയത്. ഇതോടുകൂടിയാണ് വൻതോതിൽ ആളുകളെ കാണാനില്ലാതായത്. ഇവർക്കൊരു ചെറിയ സൗകര്യം മതി, ഒരു ചെറിയ മുറിയുണ്ടെങ്കിൽ ആ മുറിക്കകത്ത് ഇവരെ എത്ര പേര് വേണമെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കും. ഇവർക്ക് തമ്മിലടിയില്ല, തമ്മിൽ അസൂയയോ കലഹങ്ങളോ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളുമില്ല. സന്തോഷത്തോടു കൂടി ഉള്ളത് തിന്ന് അവർ ജീവിക്കും. തന്നെയുമല്ല, കൃത്യമായ രൂപത്തിൽ ഹൗസ് ഓണർക്ക് വാടകയും കിട്ടും. ഹൗസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മുറി കെട്ടിടമുണ്ടെങ്കിൽ അത് ഒരു 10-15 പേർക്ക് വാടകയ്ക്ക് കൊടുത്താൽ മാസം അവർക്ക് നല്ല ഒരു രൂപ കിട്ടും. ചെറിയ ഒരു മുറി കെട്ടിടമായിരിക്കും. 15,000 രൂപ ചോദിച്ചാൽ 15,000 രൂപ കിട്ടും. 15 പേരും 1000 രൂപ വീതം വിട്ടാൽ മതി. ഇവര് നോക്കുമ്പോൾ മാസം 1000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. എല്ലാ ദിവസവും പണിയുണ്ട്. 30,000 രൂപ അവർക്ക് അങ്ങനെ കിട്ടും ശമ്പളമായിട്ട്. അഡീഷണൽ ജോലിക്ക് പോയാൽ അത് വേറെ കിട്ടും. വെൽഡിങ് പണിക്കാണ് പോകുന്നതെങ്കിൽ അതിന് 1,500 രൂപ 2,000 രൂപ കിട്ടും. കോൺക്രീറ്റ് പണിക്കാണ് പോകുന്നതെങ്കിൽ അതിന് വേറെ പൈസ കിട്ടും, കൂടുതൽ പൈസ. സാധാ ലെവലിലുള്ള ജോലിക്കാണ് പോകുന്നതെങ്കിൽ പെർ ഡേ 1000 രൂപ കയ്യിൽ കിട്ടും. അപ്പൊ പിന്നെ ചെറിയ ഒരു മുറി കെട്ടിടം 15,000 രൂപ വാടകയ്ക്ക് 15 പേർക്ക് കൊടുത്താൽ ഇവർക്ക് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോ വാടകക്കാര് ഇവരെ ഒഴിവാക്കാനും പോകുന്നില്ല. വാടക കിട്ടുമല്ലേ, ഒരു ചെറിയ മുറി കെട്ടിടത്തിന് 15,000 രൂപ വാടക കിട്ടുന്ന ആരെങ്കിലും കളയോ? ഇപ്പോൾ ഹൗസ് ഓണർമാർ ആകെ കുടുങ്ങി. കാരണം നമ്മൾ താമസിപ്പിച്ചിരിക്കുന്ന ആളുകൾ ബംഗ്ലാദേശികളാണോ ബംഗാളികളാണോ എന്ന് ഉറപ്പില്ല. പിടി വീണാൽ നമുക്കും പിടി വീഴുമെന്ന് ഉറപ്പാണ്. ഇവരെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിവിടാനും പറ്റില്ല. കാരണം ഇവരുടെ അറിയത്തില്ലല്ലോ ഇവരുടെ കയ്യിലുള്ള രേഖകൾ വ്യാജനാണോ അതോ ഒറിജിനൽ ആണോ എന്ന് അറിയണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ നോക്കണ്ടേ. ഇതത് നോക്കാൻ ഇവർക്ക് നേരമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ നേരം വെളുത്ത് നോക്കുമ്പോൾ വീട് ശൂന്യം. ഒറ്റയടിക്ക് അവിടെ താമസിച്ചിരുന്ന ബംഗാളികളെ കാണാനില്ല. അല്ല, ഇവര് ബംഗാളികളാണെങ്കിൽ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടെങ്കിൽ ഇവരെന്തിന് നാട് വിട്ടു പോകണം? ഇവരെവിടേക്കാണ് പോയത്? പെട്ടെന്ന് UPയിലേക്ക് പോയിക്കോ, അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അവിടെയാകുമ്പോൾ പണിപ്പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കും, എളുപ്പമാണ്. യോഗയ്ക്കും കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. അങ്ങനെ ഒരു ശുദ്ധി കലശം നടത്തുകയും ചെയ്യാം. നന്ദി.